ഹായ് ഓൾ, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ കാർഷിക വിളകൾ, ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകൾ, ഇന്ത്യയിലെ സുഗന്ധ വിളകൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തോട്ടവിളകൾ എന്നിവയെക്കുറിച്ചാണ്. എല്ലാവരും ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. PSCകളിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളുമാണ്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. എന്ന ക്ലാസ്സിലേക്ക് പോകാം. കാർഷിക വിളയിലെ ചില ചോദ്യോത്തരങ്ങളെ കുറിച്ച് നോക്കാം. ആദ്യം ഭക്ഷ്യധാന്യങ്ങളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ കാർഷിക വിളകളെ രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാ? ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ. ഏതൊക്കെയാ? ഭക്ഷ്യവിളകൾ, നാണ്യവിളകൾ. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഏതൊക്കെയാ? നെല്ല്, ഗോതമ്പ്, ചോളം, ബാർലി, പയറുവർഗ്ഗങ്ങൾ. ഇനി വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഉദാഹരണം ഏതൊക്കെയാ? പരുത്തി, ഏലം, കാപ്പി, ചോളം, കുരുമുളക്, റബ്ബർ. ഭക്ഷ്യധാന്യങ്ങളുടെ ഘടനയനുസരിച്ച് അവയെ രണ്ടായി തിരിക്കാം. ഏതൊക്കെയാ? ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ. മൃദുധാന്യങ്ങൾ എന്നറിയപ്പെടുന്നത് നെല്ല്, ഗോതമ്പ്. ഏതൊക്കെയാ? മൃദുധാന്യങ്ങൾ, നെല്ല്, ഗോതമ്പ്. പരുക്കൻ ധാന്യങ്ങൾ എന്നറിയപ്പെടുന്നത് അരി, ചോളം, ബജ്റ, രാഗി. അടുത്തത് നമുക്ക് നെല്ലിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന ഭക്ഷ്യവിള നെല്ല്. ലോകത്തിൽ നെല്ല് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന. ഏതാണ്? ചൈന. ലോകത്തിൽ അരിയുടെ ഉപഭോഗത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യ. നെൽകൃഷിക്ക് വേണ്ട താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. നെൽകൃഷിക്ക് വേണ്ട മഴ 150 സെന്റിമീറ്ററിൽ കൂടുതൽ വേണം. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നെല്ലിന്റെ ശാസ്ത്രീയ നാമം മൊറൈസ സറ്റൈവ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. നെൽകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏതാണ്? പശ്ചിമ ബംഗാൾ. ബസുമതി അരിക്ക് പേറ്റന്റ് നേടിയ ബഹുരാഷ്ട്ര കമ്പനി ഏതാ? റൈസ് ടെക്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര നെല്ല് വർഷമായി ആചരിച്ച വർഷം 2004. ഇന്ത്യയിൽ സമുദ്രനിരപ്പിനു താഴെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലം ഏതാ? കുട്ടനാട്. കുട്ടനാട് എവിടെയാ? ആലപ്പുഴയിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. ആദ്യത്തെ മനുഷ്യനിർമ്മിത ധാന്യം ഏതാ? ട്രാറ്റിക്കേ. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മനില. അതെവിടെയാണ്? ഫിലിപ്പൈൻസ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്ക്. അതെവിടെയാണ്? ഒഡീഷ. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ. ഇത് മൂന്നും മാറിപ്പോവരുത് കേട്ടോ. പശ്ചിമ ബംഗാളിലെ പ്രധാന നെല്ലിനങ്ങൾ ഏതൊക്കെയാ? ഓസ്, അമൻ, ബോറോ. അടുത്തത് ഗോതമ്പിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഇന്ത്യയിൽ ശൈത്യകാലത്ത് അല്ലെങ്കിൽ റാബി കാലത്ത് ഗോതമ്പ് കൃഷി ചെയ്യുന്നു. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ്. ഏതാണ്? നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മഴ 75 സെന്റിമീറ്റർ. ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈറ്റിവം. ഗോതമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ അപ്പക്കൂട എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. സ്വയം പരാഗണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം നെല്ല്, ഗോതമ്പ്. ലോക ക്ഷീരദിനം ജൂൺ 1. ദേശീയ ക്ഷീരദിനം നവംബർ 26. മാറിപ്പോവരുത്. ലോക ക്ഷീരദിനം ജൂൺ 1, ദേശീയ ക്ഷീരദിനം നവംബർ 26. കാർഷിക ആവശ്യങ്ങൾക്കായി 24 മണിക്കൂറും വൈദ്യുതി സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലുങ്കാന. ഏതൊക്കെയാണ്? തെലുങ്കാന. അടുത്തിടെ നടന്ന കാർഷിക സർവേ പ്രകാരം ഏത് സംസ്ഥാനമാണ് കേരളത്തെ പിന്തള്ളി കുരുമുളക് ഉൽപാദനത്തിൽ മുന്നിലെത്തിയത്? കർണാടക. അടുത്തതായിട്ട് ചോളത്തെ കുറിച്ച് നോക്കാം. ഭക്ഷ്യവിളയുടെ ഉൽപാദനത്തിൽ ചോളത്തിന് ഇന്ത്യയിൽ 3-ാം സ്ഥാനമാണുള്ളത്. ചോളം ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. എവിടെയാണ് ചോളം ഉൽപ്പാദിപ്പിക്കുന്നത്? കർണാടക. ചോള കൃഷിക്ക് അനുയോജ്യമായ മഴ 75 സെന്റിമീറ്റർ. ചോള കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നീർവാഴ്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണ്. ഭക്ഷണത്തിനായും കാലിത്തീറ്റയ്ക്കായും ചോളം കൃഷി ചെയ്യാറുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്?
കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ. അടുത്തത് തിന അല്ലെങ്കിൽ ബജ്ര നോക്കാം. ചൂട് കൂടിയ വരണ്ട കാലാവസ്ഥയുള്ള രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിലാണ് തിന കൃഷി ചെയ്യുന്നത്. ഒറ്റയ്ക്കോ മിശ്ര വിളയുടെ ഭാഗമായോ ഇവ കൃഷി ചെയ്യുന്നു. അടുത്തത് പയർ വർഗ്ഗങ്ങൾ നോക്കാം. മാംസ്യം ധാരാളം അടങ്ങിയിരിക്കുന്ന സസ്യാഹാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പയറുവർഗ്ഗങ്ങൾ. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നവയാണ് പയറുവർഗ്ഗങ്ങൾ. അടുത്തത് പയർ നോക്കാം. മിതോഷ്ണ മേഖല വിളയാണ്. പയർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, രാജസ്ഥാൻ. അടുത്തത് തുവര നോക്കാം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാന പയർ വിളയാണ് തുവര. മറ്റു പേരുകൾ ചെമ്പയർ, പീനിയൻ പയർ. പ്രധാനമായും കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്. അടുത്തതായി എണ്ണക്കുരുക്കൾ. ഇന്ത്യയിലെ പ്രധാന എണ്ണക്കുരുക്കൾ വിള ഏതൊക്കെയാ? നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി. ഏതൊക്കെ ഇന്ത്യയിലെ പ്രധാന എണ്ണക്കുരു വിളകൾ? നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി. അടുത്തത് നിലക്കടല നോക്കാം. വരണ്ട പ്രദേശങ്ങളിൽ മഴയെ ആശ്രയിച്ച് ഖാരിഫ് കാലത്ത് കൃഷി ചെയ്യുന്ന വിളയാണിത്. ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ദക്ഷിണേന്ത്യയിൽ ഇത് റാബി കാലത്തും കൃഷി ചെയ്യുന്നു. അടുത്തത് കടുക് വർഗ്ഗങ്ങൾ നോക്കാം. റാബി വിളയാണ്. മിതോഷ്ണ മേഖലാ വിളയാണ്. മറ്റ് എണ്ണക്കുരുക്കൾ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന മറ്റ് പ്രധാന എണ്ണക്കുരുക്കൾ ഏതാ? സോയാബീൻ, സൂര്യകാന്തി. സോയാബീൻ ഉൽപാദനത്തിന്റെ 90% എവിടേക്കുള്ളത്? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന നാരുവിളകളിലെ ചില ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരുത്തിയെക്കുറിച്ചാണ്. പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. ഉഷ്ണമേഖലാ വിളയാണ് പരുത്തി. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റൈക്കർ മണ്ണ്. ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പരുത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തിയാണ്. ഇന്ത്യയിൽ പ്രധാനമായും പരുത്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ നോക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല ചോദിച്ചാൽ പാലക്കാടാണ്. അതെവിടെയാണ്? ചിറ്റൂർ. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള പരുത്തി, ചണം. ഇനി അടുത്തത് നമുക്ക് ചണത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ ചണം ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ലോകത്തിൽ ചണം ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ ഇന്ത്യ. നാണ്യവിളയാണ് ചണം. ചണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ്. അടുത്തതായിട്ട് കരിമ്പിനെ കുറിച്ച് പഠിക്കാം. കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യ. കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ബ്രസീൽ, 2-ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ്. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം ക്യൂബ. മാറിപ്പോകരുത്. പഞ്ചസാര ഉൽപാദനത്തിൽ ആവശ്യമായ സംസ്കൃത വസ്തു ഏതാ? കരിമ്പ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ കൂടുതലായി ജലസേചനത്തെ ആശ്രയിച്ച് വളരുന്ന വിളയാണ്. പഞ്ചസാരയും ശർക്കരയും ഉൽപ്പാദിപ്പിക്കുന്നത് കരിമ്പിൽ നിന്നാണ്. അടുത്തതായിട്ട് പുകയിലയെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ പുകയില ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ. ലോകത്തിൽ പുകയില ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈന. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കൾ ഏതൊക്കെയാ? നിക്കോട്ടിൽ. ഏതാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ചോദിച്ചാൽ നിക്കോട്ടിൽ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. മാറിപ്പോകരുത്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, ഗോൾഡൻ ഫൈബർ ചണം. അടുത്തതായിട്ട് ഇന്ത്യയിലെ സുഗന്ധ വിളകളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധ വിളകൾ ഏല, കുരുമുളക്, ഗ്രാമ്പു, ഇഞ്ചി, കറയാമ്പു, വെളുത്തുള്ളി, മഞ്ഞൾ, ജാതിക്ക. ഇന്ത്യയിൽ സുഗന്ധ വിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ള മലനിരകൾ. പശ്ചിമഘട്ട മലനിരകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം വണ്ടൻമേട്, ഇടുക്കി. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ഗുവാഹത്തി, ആസാം. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ബോർഡ്, കൊച്ചി, കേരളം. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം, മാരിക്കുന്ന്, കോഴിക്കോട്. അടുത്തതായിട്ട് ഇന്ത്യയിലെ പ്രധാന തോട്ടവിളകളെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് തേയില.
ഉത്തര ചൈനയിലെ മലനിരകളിലെ തനത് വിളയാണ് തേയില. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ഇന്ത്യയുടെ ദേശീയ പാനീയം ചായ. തേയിലയുടെ ജന്മദേശം ചൈന. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കഫീൻ, ടാനിൻ. ഇന്ത്യയിൽ തേയിലത്തോട്ടം ആസാം. ഇന്ത്യയിൽ തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആസാം. രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ഗുവാഹത്തി. തേയിലത്തോട്ടങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1840. തേയില ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം. അടുത്തതായിട്ട് കാപ്പിയെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടക. കാപ്പിയുടെ ജന്മദേശം എത്യോപ്യ. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൊണ്ടുവന്ന പ്രദേശം കർണാടകയിലെ ചിക്കൻമാംഗ്ലൂർ. കർണാടകയിലെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്കൻമാംഗ്ലൂർ. ലോകത്ത് കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ബ്രസീൽ. ചായയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി പാനീയം ഏതാണ്? കാപ്പി. പ്രധാന കാപ്പി ഇനങ്ങൾ ഏതൊക്കെയാ? അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക. ഇന്ത്യയിൽ പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി ഇനം ഏതാണ്? അറബിക്ക. ഉഷ്ണമേഖല തോട്ടവിളയാണ് കാപ്പി. അടുത്തതായിട്ട് റബ്ബറിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാർ ആരാണ്? ഹെൻറി എ ബിഗ്ഹാം. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ പ്ലാന്റേഷൻ നടന്നത് 1895 കേരളത്തിലെ മലഞ്ചെരിവുകളിൽ. ഇന്ത്യയിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ കേരളം. റബ്ബർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1902. റബ്ബറിന്റെ ജന്മദേശം ബ്രസീല്. ഇന്ത്യയിൽ ആദ്യ റബ്ബർ പാർക്ക് ഏതാണ്? ഐരാപുരം. അത് എറണാകുളത്താണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങളെ കുറിച്ച് നോക്കാം. കാർഷിക കാലങ്ങൾ ഏതൊക്കെയാ? ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫിന്റെ വിളയിറക്കൽ കാലം ജൂൺ, അതായത് മൺസൂണിന്റെ ആരംഭം. വിളയെടുപ്പ് കാലം നവംബർ ആദ്യവാരം, അതായത് മൺസൂണിന്റെ അവസാനം. പ്രധാന വിളകൾ ഏതൊക്കെയാ? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. അടുത്ത കാർഷിക കാലാണ് റാബി. വിളയിറക്കൽ കാലം നവംബർ മധ്യം, ശൈത്യകാല ആരംഭത്തിലാണ്. വിളയെടുപ്പ് കാലം മാർച്ച് മാസം, വേനലിന്റെ ആരംഭം. പ്രധാന വിളകൾ ഗോതമ്പ്, പുകയില, കടുക്, പയർ വർഗ്ഗങ്ങൾ. അടുത്ത കാർഷിക കാലാണ് സെയ്ദ്. വിളയിറക്കൽ കാലം മാർച്ച് മാസമാണ്, വേനലിന്റെ ആരംഭം. വിളയെടുപ്പ് കാലം ജൂൺ മാസമാണ്, മൺസൂണിന്റെ ആരംഭം. പ്രധാന വിളകൾ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ. കാർഷിക ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളം മരച്ചീനി, ഇഞ്ചി, റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങൾ. ഗുജറാത്ത് നിലക്കടല, പരുത്തി. കർണാടക കാപ്പി, രാഗി. ഉത്തർപ്രദേശ് കരിമ്പ്, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്. ആസാം തേയില. ആന്ധ്രാപ്രദേശ് മുട്ട. മഹാരാഷ്ട്ര കശുവണ്ടി. തമിഴ്നാട് നാളികേരം. ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.